അവർ പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്താണ്. ഞാൻ 4:30-5 മണിക്ക് ഞാൻ സ്ഥിരമായിട്ടിവിടെ ഈ വഴി വരുന്നതാണ് രാവിലെ. അത് അവിടെ ചെറയില് പോളച്ചെറയില്. നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലില്ല, നമ്മള് കണ്ടില്ല. ചെറയിലാണ് വന്നേന്ന് പറഞ്ഞു. ഒരു പക്ഷേ വല്ല ഏലിയനും ആണെങ്കിലോ? നമസ്കാരം. ഇത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ചിറക്കരയാണ് സ്ഥലം. 1-2 ദിവസമായി ഇവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു ഫോട്ടോയും ബാക്കിയുള്ള വോയിസ് മെസ്സേജ് കിടന്ന് കറങ്ങുകയാണ്. 2 ചെറുപ്പക്കാർ ഇതുവഴി ബൈക്കിൽ വന്നപ്പോൾ ഏതോ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കേട്ട് അവർ വണ്ടി നിർത്തി നോക്കിയപ്പോൾ 2 ആൾ പൊക്കം വലിപ്പമുള്ളൊരു സ്ത്രീ കടന്നു വരികയും ഇവരെ ആക്രമിക്കുകയും ഇവരെ ആക്രമിച്ച് ശരീരത്തെ മുറിവേറ്റതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഈ കാണുന്ന കനാലിൻ്റെ ഭാഗത്താണ് ഈ ഒരു പ്രേതത്തെ കണ്ടെന്നാണ് ചെറുപ്പക്കാരൊക്കെ ആ ഒരു വീഡിയോയിൽ ആ ഒരു ദൃശ്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിവിടെയൊക്കെ അന്വേഷിച്ചു. ആരും ഇതിനെ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും പിൻപും ഒന്നും ഇതിന് ഒരു അനുഭവമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പണ്ട് ഈ കുറുവാ സംഘം ഇറങ്ങിയപ്പോൾ പല ലോക്കൽ കള്ളന്മാരും കുറുവാ സംഘന്മാരെ അനുകരിച്ച് മോഷണം നടത്തി കുറുവാ സംഘത്തിൻ്റെ മേൽ പഴിചാരിയിട്ടുണ്ട് കുറ്റങ്ങളൊക്കെ. അതേപോലെ ഈ പറയുന്ന പ്രേതകഥയുടെ പിന്നിലും മറ്റെന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടോ ഇല്ലെന്നറിയില്ല. ഈ 2 ആൾ പൊക്കം ഉള്ള സ്ത്രീ വന്നു, ഒരാളെ അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് ഈ പണ്ടിരുന്ന വാർത്ത. വാർത്ത ഞാനും കണ്ടു. പക്ഷേ അത് വെറും ഫേക്കാണ്. ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇത് വേറെ എവിടെ മുമ്പ് ആരോ ഒരു ഇത് ഭൂതത്തിൻ്റെ പ്രേതത്തിൻ്റെ കഥ ഇട്ടതെടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇവിടെ അങ്ങനെ സംഭവം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. ഇല്ല. ഇവിടെ ഒരു ആത്മഹത്യയുടെ ഒരു പേര് പറഞ്ഞു, അതൊക്കെ ഉള്ളത് തന്നെ. ഇവിടെ പല പിള്ളേരും ഇവിടെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിപ്പൊന്നും അത് തന്നെ ഭൂതമെന്നാ പ്രേതമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ സംഭവം ഉണ്ടാകത്തുമില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അത് ഒരു വാസ്തവമില്ല. അത് വെറുതെ പറയുന്നതാണ്, ഭയപ്പെടുത്താൻ വേണ്ടി. അത് മുമ്പൊക്കെ ഈ മാളം വരുന്ന കൊണ്ട് മോഷണത്തിന് വേണ്ടി ചെയ്യുമായിരുന്നു. ഇപ്പം ഇത് എന്തിനു വേണ്ടിയായാലും അതിന് വേറെ വല്ല ഉദ്ദേശമൊന്നും അറിയില്ല. ആളുകളെ പേടിപ്പിച്ച് മാറ്റിയിട്ട് വേറെ വല്ലവർക്കും വല്ല ഉദ്ദേശം ഉണ്ടാകുന്നറിയില്ല. പക്ഷേ ഈ സംഭവം ഫേക്ക്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ പ്രയാസം ഇറങ്ങിയത് ശരിയാണോ? അതങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ അത് പണ്ടങ്ങാണ്ട് നടന്നൊരു സ്ത്രീ വന്ന് ആരും ഉപദ്രവിച്ചെന്ന് പറയുന്നത് ബൈക്ക് യാത്രക്കാരന്. അതൊന്നും ഇവിടെയുള്ള വീഡിയോ അല്ല. അത് അല്ലേ? ഉറപ്പാണ്. ഞങ്ങളിതും കേട്ടിട്ട് വരികയാണ്. അത് ബംഗാളാണ്ട് നടന്ന വീഡിയോ ആണത്. അതാ ഇവിടെ ഉള്ളവർ അത് എങ്ങനെയെന്നറിയാം. എങ്കിൽ പിന്നെ ഈ പറഞ്ഞ കക്ഷി കഴിഞ്ഞാൽ അയാൾക്കുള്ള അക്കൗണ്ട് ഫുള്ളായിട്ട് കാണിക്കണ്ടേ ആ വീഡിയോയിൽ. അയാൾക്കുള്ള അക്കൗണ്ട് ഇതുവരെ ഇല്ല. അയാൾക്കുള്ള വോയിസ് മാത്രമേ ഉള്ളൂ. ആ വോയിസായിട്ട് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. അത് വെള്ളിയാഴ്ചത്തല്ല, ഇതിനു മുമ്പേ വന്ന ഒരു വീഡിയോ എനിക്ക് ആ സെയിം വീഡിയോ എനിക്ക് കിട്ടിയതാണ്. നേരത്തെ കിട്ടിയ വീഡിയോ. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും അത് നടന്നെന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ അവിടെ നടന്നതാണ് പറഞ്ഞു. പക്ഷേ അത് ഒരിക്കലും അല്ല. ഇവിടെ 2 ആൾ പൊക്കമുള്ള സ്ത്രീയുടെ പ്രേതം ഇറങ്ങുന്ന ബൈക്കിൽ പോയി യാത്രക്കാർ ഉപദ്രവിച്ചതൊക്കെ വാർത്തയൊക്കെ വന്നു വാട്സപ്പിലൊക്കെ. ശരിയാണോ? എനിക്കറിയില്ല, ഞാനും കണ്ടു വാട്സപ്പിൽ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഇതിനു മുമ്പ് ഇവിടെ അങ്ങോട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഫേക്ക് ആണോ? അത് ഫേക്കായിരിക്കാനും സാധ്യത. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇവിടെ 2 ആൾ പൊക്കമുള്ള ഒരു സ്ത്രീയുടെ പ്രേതം ഇറങ്ങിയെന്ന ബൈക്കിൽ പോയി ആരെയോ ആക്രമിച്ചെന്ന് നമ്മൾ അത് മൊബൈലിനകത്ത് കണ്ടതേ ഉള്ളൂ. നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. രക്ഷയുടെ ഭാഗ്യം. വാസമുണ്ട്? ഒന്നുമില്ല. അതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇതിനു മുമ്പ് അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് ആരും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ അവരെ പ്രയോഗം പറഞ്ഞു. അത് ചുമ്മാ പറയുന്നത്. അതൊക്കെ ആൾക്കാരോടൊന്ന് പറഞ്ഞു വരുത്തുന്നതാണ്. അങ്ങനെ സംഭവമില്ല. അവർ പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്താണ്. ഞാൻ 4:30-5 മണിക്ക് ഞാൻ സ്ഥിരമായിട്ടിവിടെ ഈ വഴി വരുന്നതാണ് രാവിലെ. രാത്രി പോകുമ്പോൾ 10 മണിയാണ്. നമ്മളെ ഈ പ്രായത്തിനകത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഒന്നുമില്ല. നമ്മളിതുവരെയും കണ്ടിട്ടില്ല. വാർത്തയൊക്കെ വന്ന ആളുകൾ കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. നമ്മളിതുവരെയും ഒന്നിനെയും കണ്ടിട്ടില്ല. ചുമ്മാ പറയാം. അതൊക്കെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇല്ല, ഞാൻ അങ്ങനെയുള്ള ടൈപ്പൊന്നും അല്ല. ഒരു മരപ്പണിക്കാരനായ
അല്ല അങ്ങനല്ല, ഞാൻ കണ്ടില്ല. ഞാൻ കാണാന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകും, രാത്രിയല്ല വരുന്നത്. ഇപ്പം തന്നെ പണിയില്ലാത്തതുകൊണ്ട് ഒരു 4 കാല് കടയാൻ കൊണ്ടുപോയതാ ടീപ്പോടെ. ഇല്ല, അറിഞ്ഞില്ല. ഇവിടെ ഒരു പ്രേതം ഇറങ്ങി. നിങ്ങൾ ഇവിടെ എൻ്റെ വീട് തൊട്ടപ്പുറമാണ്, ചിറക്കര താഴെന്ന് പറയും. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ അടുത്താണെങ്കിൽ പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് ഉള്ളതാണെന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നു. അതെല്ലാം ഞാൻ കണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇത്രയും വിവരം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ വെച്ചിട്ട് അത് ചിലപ്പോൾ പുള്ളിയുടെ ശത്രുക്കള വേറെ അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും കള്ള് കുടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ അങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. നിങ്ങളിവിടെ പ്രേതം ഇറങ്ങിയതാണോ? ശരിയാണോ? ചുമ്മാതെ ഇവിടെ എങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. വാർത്താകാര ഫേക്കായിട്ട് കൊടുക്കുന്നതാണ്. ഇതേ സംഭവം തന്നെ വേറെ ഈ പോളച്ചിറ ഭാഗത്തുനിന്നും കൊടുത്തെന്നും പറയും വാട്സാപ്പിനകത്ത് ഇട്ടിരുന്നത്. ഇതേ സംഭവം തന്നെ. ആ വീട്ടിലെ കുട്ടിയാണ് മരിച്ചത്. അതിനെപ്പറ്റി ഒരു ഇതുമില്ല. ഞങ്ങൾ എപ്പോഴും 12 മണിക്ക് 1 മണിക്ക് എപ്പോഴും ഇതിൽ നടന്നു വരെ പോണതാണ്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അതുകൊണ്ട് അത് അവിടെ ചിറയിൽ, പോളച്ചിറയിൽ. നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലില്ല, നമ്മൾ കണ്ടില്ല. ചെറയിലാണ് വന്നേന്ന് പറഞ്ഞു. ഈ റോഡിലാണെന്ന് പറയുന്നത്? ഈ റോഡിലല്ല, പൂതക്കുളം. പലതും പലതാണല്ലോ പറയുന്നത്. പൂതക്കുളത്താണ് വന്നേന്ന് പറയുന്നു. ഈ മുതിർന്ന ആർക്കും വിശ്വാസമില്ല. നിങ്ങൾ ചെറുപ്പക്കാർക്കുള്ള വിശ്വാസം? നമുക്ക് വിശ്വാസമൊന്നും ഇല്ല. അണ്ണന്മാര് പറ്റിക്കുന്നതാണ് അത് എഡിറ്റ് ചെയ്ത്. കള്ളന്മാർക്ക് കയറാൻ വേണ്ടി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. മനുഷ്യൻ ചന്ദ്രനിൽ അടുപ്പ് കൂട്ടി ചായ ഇടുന്ന ഈ കാലത്താണ് ഈ പറയുന്ന 2 ആൾ പൊക്കമുള്ള സ്ത്രീയുടെ വലിപ്പമുള്ള പ്രേതമൊക്കെ കണ്ടെന്നുള്ള വാർത്തയൊക്കെ പ്രചരിക്കുന്നത്. ഒരു പക്ഷേ വല്ല ഏലിയനും ആണെങ്കിലോ? വിസ്മയസിനുണ്ടി ക്യാമറാമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.